ഹായ് ഗൈസ്. അപ്പോ കൊറേ നാളായി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട്, പിന്നെന്താ പുറത്ത് പോലും കണ്ടന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വർക്ക് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാറാവുന്നില്ല. അപ്പോ ഇപ്പൊ ഞങ്ങള് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബീഫ് സ്റ്റീക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഉച്ചവൻ മാളില്. അപ്പൊ അങ്ങോട്ട് വന്നേക്കാ. ലെറ്റ്സ് ഗോ ഗൈസ്. ജോയ് ഉണ്ട് കേട്ടോ കൂടെ. കർലി ഹെയറിന്റെ ടിപ്പ് വേണമെങ്കിൽ ഇവനോട് ചോദിച്ചാൽ മതി. സോ എക്സിറ്റ് ആയി കഴിഞ്ഞാ ഇവിടെ നമുക്കൊരു ജോലിബി കാണാം. അതിന്റെ ഇവിടെ ഇതാണ് ഷോപ്പ്. സോ ഗൈസ്, ഇതാണ് കട. ഗൈസ് ഇവിടെ ഫുള്ള് തിരക്കാട്ടോ, നമ്മൾ മാത്രമാണ് ഇന്ത്യൻസ് ഉള്ളത്. സോ ഗൈസ്, ഞങ്ങളൊരു അരമണിക്കൂർ സോറി ഗൈസ്. അപ്പൊ സോറി ഇല്ലാത്ത ഗൈസ്. അപ്പോ ഗൈസ് നമുക്ക് സീറ്റ് കിട്ടി. നീണ്ടൊരു അരമണിക്കൂർ ഞങ്ങൾ കാത്തിരുന്നു, കാരണം അവിടെ ഫുള്ള് ഫില്ലാണ്, ആകെ ആൾക്കാരാണ്. പിന്നെ നമ്മള് മാത്രാണ് ഇന്ത്യൻസ് ആയിട്ടുള്ളൂ. അതെല്ലാരും നോക്കണ്ടേ. അപ്പോ ഞാൻ എന്താ ഓർഡർ ചെയ്യണ്ട് നോട്ടെ. എന്താ ഓർഡർ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയോ അതാണ് അവസ്ഥ. ഒരു സ്റ്റീക്ക് എന്തായാലും ഓർഡർ ചെയ്യും, പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി ഓർഡർ ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ. പിന്നെ അത്രേ ഉള്ളൂ, ആൾക്കാരൊക്കെ നോക്കണ്ട്. നമ്മളിപ്പോ ഓർഡർ ചെയ്യാൻ പോണത് ഒരു ക്രൈം ടൈഗർ റിബൈ സ്റ്റീക്ക്, പിന്നെ സിസ്ലിംഗ് കോംബോ ഫിസ്റ്റ് സി, അതായത് ഇത് രണ്ടുമാണ് നമ്മളിന്ന് പരീക്ഷിച്ചു നോക്കാൻ പോകുന്ന ഐറ്റംസ്. ടൈം എടുക്കൂട്ടാ, കിട്ടാൻ കുറച്ച് ടാസ്ക്. വീഡിയോ കണ്ടിന്യൂസ് ആയി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ മടിയാണോ സമയമില്ലായ്ക്കാണോ എന്താണെന്ന് അറിയില്ല. ചെയ്യാൻ ടൈം കിട്ടാറില്ല. ജോലിക്ക് പോകണം, തിരക്ക്, ലീവില്ല, എല്ലാ ക്ഷീണം, ടൈഡ് എല്ലാം കൊണ്ട് അങ്ങനെ നടക്കണില്ല. അതന്നെയാ. വീണ്ടും ആള് പോയിണ്ട്. ഇവിടെ മൊത്തം ചമ്മൽ ദിവസമാണ് കേട്ടോ. അതെ, ഇവിടെ സ്റ്റീക്ക് ഓർഡർ ചെയ്യണ സമയത്ത് അവർ ചോദിച്ച് നോർമൽ കുക്കാണോ, കുക്കാണോ, അതോ മീഡിയം ആണോ, അതോ വെൽഡൻ ആണോ. ഞാൻ പറഞ്ഞ മീഡിയം. അടിപൊളി മീഡിയം തൊട്ട് പാതി മാംസം കഴിക്കുക, പച്ചക്ക് കഴിക്കുക. അതാണ് സ്റ്റീക്ക്. സ്റ്റീക്ക് എന്ന് പറഞ്ഞ കൊറേ നേരം നന്നായിട്ട് വേവുക. എന്നിട്ട് ഞാൻ പറഞ്ഞ് മീഡിയം എന്തായാലും കഴിക്കാൻ പറ്റില്ല, ഇതേപോലെ പച്ചമാംസം കഴിച്ച് ജീവിക്കുന്ന സെറ്റപ്പ് ഇവിടെ ഇല്ല. അപ്പൊ ജോയ് പറഞ്ഞ് വെൽഡൻ. നല്ല ജീവിതത്തിൽ ആവശ്യമാണ് മീഡിയം ആയിട്ട് ശരിക്കും പറഞ്ഞാ ഇതൊരു കണ്ടന്റ് ആക്കാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തോണ്ട് ഇതാണ് ഞങ്ങളുടെ കണ്ടന്റ്. അങ്ങനെ പറയുന്നത് കണ്ടന്റിനൊക്കെ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ കസക്ക് ട്രിപ്പ് പോയി, പക്ഷെ എടുക്കണം വിചാരിച്ചു, എടുക്കില്ല. എടുത്തരാ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റക്കല്ലേ പോയത്. എല്ലായിടത്തും നമ്മളെ പോലെ ഒരാളുണ്ടാവണമെന്നില്ലല്ലോ. കണ്ടന്റ് വരെ ഉണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം കണ്ടന്റോട് കളി. ചിലരൊക്കെ നമ്മളെ മടിയന്മാരെ കുറിച്ച് കളിയൊക്കെ ഉണ്ട്. അതെ, അതൊക്കെ കേട്ട് ഞങ്ങള് മോട്ടിവേറ്റ് ആയിരിക്കുക. മൊത്തം കണ്ടന്റുകൾ അങ്ങോട്ട്. പിന്നെ അടുത്ത കൊല്ലം കാണാട്ടെ. അടുത്ത സോ ഗൈസ്, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. സ്റ്റീക്കിന്റെ മേലെ ബട്ടറൊക്കെ ഇട്ടുണ്ട്, പുകയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം ഒരു സോസ്. സോ ഗൈസ്, ജോവി ഇത് മുറിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ കഷ്ണം മുറിച്ചിട്ടുണ്ട്, പക്ഷെ ഫുള്ള് മുറിക്കാനുള്ള ക്ഷമല്ലേ. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം ഫസ്റ്റ് കേട്ടോ. ചൂട് ചൂടില്ല. മധുരം കേട്ടോ, നൈസാണ്. മധുരമുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവില്ല. ഞാൻ കഴിക്കാൻ പറ്റും. കണ്ടിട്ടുണ്ട്, ഹെവി ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ വന്നിട്ടുണ്ട്. ഞാൻ സ്മാഷ് പൊട്ടിട്ടുണ്ട്. സ്മാഷ് എന്ന് വെച്ചാൽ മിക്സിയിലൊക്കെ കണ്ടിച്ച് ബട്ടർ പോലെ. അത് നല്ല
അത് കളിക്കി സ്റ്റീക്ക് ചോദിച്ചമ്മിട്ടാ. ഇതാണ് സ്റ്റീക്ക് കണ്ട എത്രത്തോളം ഫുഡാ. അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഓർഡർ ചെയ്ത മറ്റേ ഫീസ് സി എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ടില്ല, കഴിച്ചോണ്ട് കേട്ടോ. മീറ്റ് ഉണ്ട്, പിന്നെ ഒരു എഗ്, ഇതെന്താ ബീഫ്, പിന്നെ കുറച്ച് റോ മീറ്റ്, പിന്നെ ഉണ്ട് ഞാനുണ്ട്. നൈസ് ഉണ്ട് കേട്ടോ. പുറത്താണ് ഞാന് ഒരു പ്ലേറ്റിന് 50 റംസാണ് വരുന്നത്. 50 റംസാണ് വരുന്നത്. 50 റംസിന് കൊടുത്ത കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ എന്താ അവിച്ചിട്ട് പുഴുങ്ങിട്ട് പുഴുങ്ങിട്ട് ക്യാബേജ് ഉണ്ടെന്ന കൂട്ടാത്ത ആളാട്ടെ. ചെറിയ ഫുഡ് നല്ല തന്നെ നൈസ് ഫുഡാ. ചിലര് വെന്തിട്ട് വേണ്ടാക്കി കഴിക്കുന്നറില്ല. അങ്ങനെ എല്ലാം ഒന്നുണ്ടല്ല ഇല്ല, അത്യാവശ്യം ഒന്നുണ്ട്. നല്ല ഫ്ലേവറും ഉണ്ട്. കൂട്ടിൽ കാറിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഷോപ്പ് വരുന്നത് ജോൺ മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറില്. ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അതെ ഗൈസ്, ഇത് വരാൻ കുറച്ചു നേരം കാത്തിരിക്കണം. പക്ഷെ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റും. പെട്ടെന്ന് കഴിച്ചിട്ട് മാത്രല്ല കാത്തിരിക്കുന്നത് വെറുതെ കേട്ടോ. അത്ര കഴിക്കുന്നത് സോ ഗൈസ്, അപ്പൊ ഇനി ഇത് ട്രൈ ചെയ്യാൻ പോവാട്ടോ. ജോക്ക് എന്താ പറയാൻ? അപ്പൊ ഇത് ട്രൈ ചെയ്യാൻ പോവാട്ടോ. ബ്ലാക്ക് ഭംഗിയിലാണ്. ഭംഗി എനിക്കുണ്ട്. പിന്നെ റാസിസാ കറുത്തിട്ടൊന്നും ഭംഗിയില്ലാത്ര. ഇത് അതിന്റെ പോകുന്ന ബീഫ് കേട്ടോ. ഇതും മധുരമല്ല, നല്ല മധുരം. ഒന്നും കാണും തേനാവും. ഇത് നമ്മള് സബോളക്ക് ഇത്ര മധുരമില്ല. ഒന്നും കാണും. നമ്മുടെ നെയ്ച്ചോറില് സബോള കരിച്ചിട്ടുണ്ട്. അതെ 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 വൃത്തോ എന്താ അറിയോ? സബോള നമ്മള് നെയ്ച്ചോറിലൊക്കെ ഇല്ല കഴിച്ചിട്ട് അതുപോലെ. അതാണ് സ്വാഭാവികം. അതുപോലെ കരിച്ചിട്ട് കുട്ടിക സാധനം നല്ല മധുരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം മധുരം ഉണ്ട്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ട്. പിന്നെ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് റോമീറ്റാണ്. നല്ല ക്യാറ്റ് പോലത്തെ ഒരു സാധനം. ശരിയാണ്. റോമീറ്റ് ഇഷ്ടായി. റോമീറ്റാന്ന് പിങ്ക് കളറായപ്പോഴേ ഇത് കാണുമ്പോ റോമീറ്റ് പോലെ ഉണ്ടായിരുന്നു. കപ്പലിനുണ്ട് പക്ഷേ വീട്ടിലിടാത്ത. അടുത്ത നൂഡിൽസ് ട്രൈ ചെയ്യാൻ പോട്ടെ. നൂഡിൽസ് ഉണ്ട്. ഇപ്പൊ കഴിച്ചാ ശരിയാവില്ല. ഇവിടെ സീനില്ല. നേരത്തെ ആ ഉള്ളി പറയുന്നില്ല. നൂഡിൽസ് അടി പോയി. നമ്മളെ നാട്ടിൽ തോക്ക ചിപ്സ് ഇല്ലേ, അതിന്റെ ഒരു ഫ്ലേവർ ഈ നൂഡിൽസിന്. തോക്ക ചിപ്സ് അറിയില്ല, അറിയില്ല. എന്റെ സ്കൂളിൽ എവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ സ്കൂളിന്റെ അവിടെ ഒരു പ്രിന്റിംഗ് ഷോപ്പും അവിടെ 4 മിഠായി ഉണ്ടായിരുന്നു. ഓക്കെ ചിപ്സിലവിടെ ചിലപ്പോ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വൈറ്റ് ഓക്കെ ചിപ്സ് കഴിച്ചൊരു കമന്റ് കിട്ടാ. എന്നിട്ട് സ്റ്റാച്ചു കമന്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്.
അതിന് മഷ്റൂം ഉണ്ട് കേട്ടോ നൂഡിൽസില്. നൂഡിൽസ് അത്ര ഹെവി എന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ് കുറവാണ്. എന്തോ വെയിറ്റ് കുറവാണ് പറയാൻ പറ്റില്ല. എന്തേലൊക്കെ പറയാം. ഗൈസ് പിന്നെ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മണ്ടൻ മാധവൻ. ഇവന്റെ കഥയാണ്. ഇവന്റെ ഒരു കഥയാണ്. ഇവന്റെ കഥയല്ല, എന്റെ കഥയല്ല. ഞാൻ പണ്ട് UKG വന്നപ്പോ സ്കൂളിലൊക്കെ പറയാം എന്റെ സ്ഥിരം കഥയാണ്. എവിടെ പരിപാടി ഉണ്ടെങ്കിലും പോയി കഥ എങ്ങോട്ട് പൂശാ അത് പറയും. അത് സ്കൂളിൽ അതൊരു ഹെവി കണ്ടന്റ് കേട്ടാ. മണ്ടൻ മാധവൻ ഡിമാൻഡുള്ള കണ്ടന്റ്. ഇവിടെ അതിനുള്ളൊരു ആംബിയന്റ് പോരാ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ 4 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അൺലിമിറ്റഡ് റൈസ് 150 കണ്ടുള്ളൂ. അതിലെല്ലാ ഡിഷും വരുന്നുണ്ട്. ചിക്കൻ സ്റ്റീക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. മാഗി അല്ല എന്താ നൂഡിൽസ്. ഇപ്പൊ നിങ്ങൾ 4-5 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ എടുക്കുക, കഴിക്കാം. ലാഭം. അതിൽ ഏറ്റവും ലാസ്റ്റ് പേജിലുണ്ട് മെനു കൊണ്ട് നോക്കിക്കോ. അടുത്ത മുട്ടട ഉണ്ട്. ഞാനുണ്ട് നന്നായിട്ടുണ്ട്. അപ്പൊ ഒരു നൂഡിൽസിന്റെ താഴെ ഇട്ടാ ക്യാമറ ഇടത്തുണ്ട് പറയാത്ത സ്പൂൺ എന്തിനാ തുടക്കണത്? സ്പൂൺ എന്തിനാ തുടക്കണേ? ഞാൻ കമന്റ് ചെയ്തതാകെ ഇവിടെ വരെ കട്ട് ചെയ്ത് നോക്കിട്ട് വീട്ടില് ഇവിടെ തടഞ്ഞിരിക്കുന്നു. തല അവിടെ ആണായിട്ട് വെച്ചിരിക്കല്ല. പറഞ്ഞു എന്താന്ന് വെച്ചാ ഇന്നലെ പറഞ്ഞു സ്പൂണ് താഴെ അത് കഴിഞ്ഞ് അതിന് മുമ്പേ മഞ്ഞ അല്ല കിട്ടിയിട്ട് ഇവിടെ കൊറേ വേറെ വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാട്ടോ. ഞങ്ങളിപ്പോ എന്താന്ന് അറിയില്ല, എന്തോ ഓർഡർ ചെയ്യണ്ടെന്ന് അറിയാത്തോണ്ട് ഫോട്ടോ നോക്കി ഓർഡർ ചെയ്തു മാത്രം. പിന്നെ ഇവിടെ ക്രീം ചീസ് കേക്ക് പോലത്തെ സാധനം ഉണ്ട് 7 റംസിന്. ചെറിയ സ്നാക്ക് ഇപ്പൊ കണ്ടതാ ഇവിടെ ഇരിക്കണ്ടേ. ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ പിന്നെ അറിയാം കൂടിയിരിക്കുന്നതാ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടമായ സാധനം ആ സ്റ്റീക്കിനാട്ടി എനിക്ക് ഇഷ്ടമായത് ഈ സാധനം കേട്ടോ, ഈ ബീഫ്. ഇതിന്റെ പേര് കോംബോ ഫീസ്റ്റ് സി തന്നെ എങ്ങനെയാ അപ്പൊ ഒക്കെ പറഞ്ഞ എന്താവും? നമ്മളെന്നെ പണ്ട് സ്കൂൾ തൊട്ടേ സീഡ് ആളുകളാണ്. നമ്മള് സി പിടിച്ചു. സി ചതിക്കില്ല. തിരക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വന്ന സമയത്തിന്റെ പ്രശ്നം. ഞങ്ങൾ വന്ന സമയത്ത് എത്ര സമയം? 21 ഒരു 9 കൂടെ വന്നാൽ മതി, തിരക്ക് കുറവുണ്ടാവും. ഞങ്ങൾ വന്ന സമയത്ത് തിരക്കായിരുന്നു. 7:30-8 മണിക്കൊക്കെ വന്നാ ഹെവി തിരക്കാ. ഇവരൊക്കെ ഒരു ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. ആര്? ഇവര് നേരത്തെ എടുക്കുന്ന ആൾക്കാരാ. ഞാൻ വെറുതെ പറഞ്ഞ കടയുടെ തിരക്കുണ്ട്. ചെറിയ ചെറിയ പീസൊക്കെ കൈ കൊണ്ട് കഴിക്കണായിരിക്കും നല്ല. നമ്മളെ സ്പൂണിൽ നടക്കില്ല. ഓൾറെഡി പ്ലേറ്റ് കാലിയുണ്ട്. ഒരു അരമണിക്കൂർ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടാ. ഇപ്പോൾ ആള് പറയണത് റെക്കോർഡ് ചെയ്തിട്ടില്ലാണ്. അരമണിക്കൂറില്ല റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തോണം പറയാം, തെളിവില്ലല്ലോ. ശരിയാ. പുളി പ്ലേറ്റ് ചൂട്ടിലിട്ടാ സെർവ് ചെയ്ത പ്ലേറ്റ്. ഇവിടെ ഐസ് ടീ അൺലിമിറ്റഡ് ആട്ടാ. നമ്മള് കുടിച്ചിട്ടില്ല, നമ്മള് തീറ്റടത്ത് എന്തിനായിരുന്നു. ഐസ് ടീ കഴിഞ്ഞാൽ ഇവിടെ റീഫിൽ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞോട്ടോ, അത് കഴിച്ചു കഴിഞ്ഞു. ഞാൻ കൂടി കഴിക്കാനുള്ളത് പോപ്കോൺ കാണിച്ചാലാ ജോഡ് പോപ്കോൺ ഇതിൽ തന്നെ ഉണ്ടാക്കണ. അത് കലക്കി. അതായത് കഴിക്കാൻ നമ്മളതില് ഐഡിയ പ്ലേസ്
പക്ഷെ ഇത് വെച്ചാൽ എന്താ അറിയോ, പല്ലിന്റെ ഇടയൊക്കെ പൂത് ഇല്ല. പൊതുവെ ഞങ്ങളുടെ നാട്ടില് എന്ത് വെച്ചാലും മല്ലിടലൊക്കെ പോകും. അറിയില്ല. ഫോർക്കൊണ്ട് കഴിക്കുവോ മൊത്തം ഇന്റർനാഷണൽ അല്ലേ, നമ്മൾ കൈ കൊണ്ട് കഴിക്കുക. കാരണം ഫിലിപ്പീൻസ് അറിയത് കൈ കൊണ്ട് കഴിക്കുക. ഇവിടെ ഒരാള് നാട്ടിൽ നിന്ന് വന്നിട്ട് ഫോർക്കൊണ്ട് കഴിക്കും. ഞാൻ കൈ കൊണ്ട് കഴിക്കുക. പക്ഷെ നല്ല താങ്കൾക്ക് ബുദ്ധിമുട്ടാണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ദുബായിലുള്ള നിങ്ങൾക്ക് ഹെവി മുടി വെട്ടൽ വേണമെങ്കിൽ നമ്മളെല്ലാം ആളുണ്ട്. 2 ദിവസം പോയിട്ട് വെറുതെ തിരിച്ചു വരേണ്ടി വരും. ബുക്ക് ചെയ്തിട്ട് പോണം. പക്ഷെ കിണ്ണിയേക്കനാ സൂരജ് പറഞ്ഞിട്ട് കരാമേല് ടെക്സ്റ്റ് ചെയ്യാം. ഇവന്റെ മുടി ചുട്ടിയത് അവിടെ തന്നെ കാണിച്ചു കൊടുക്കും. 3 മാസമായി. ഇപ്പൊ കുറച്ച് പോയി തുടങ്ങി. 2 മാസം വന്നിട്ടുള്ളൂ. പക്ഷെ 3 മാസത്തിന് മേലെ പല്ലിപ്പോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 45ന്റെ സ്പ്രേ, 55ന്റെ ക്രീം, 65ന്റെ കുളിച്ച് കഴിഞ്ഞിട്ട് അയക്കണ ക്രീം. പണ്ടിറങ്ങാനായിട്ട് ലിങ്ക് എനിക്ക് അയച്ചിട്ട് ഞാൻ ഒരു സാധനം 2 ഓർഡർ ചെയ്ത് ഇല്ല. ഇപ്പൊ ഒന്ന് കഴിഞ്ഞു. 2ാമത്തെ ആയി. ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഫുഡാണ്. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ വിചാരിച്ച പോലെ ഫിലിപ്പീൻസിന്റെ ഫുഡ് അല്ലെങ്കിൽ ഇവരെ ഫുഡ് അതുണ്ടാവില്ല, എരിവുണ്ടാവില്ല, മറ്റേ ഉണ്ടാവില്ല, അങ്ങനല്ല കേട്ടോ. അടിപൊളിയാണ് അല്ലേ? നല്ല ടേസ്റ്റ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. എന്തായാലും എൻ്റെ ഒരു സജഷൻ മറ്റേ സാധനം ഓർഡർ ചെയ്യാം. ഫീസ്റ്റ് സീ ലാഭമുണ്ട്. അടിപൊളി സാധനമാണ്. വെർത്താണ്. പിന്നെ അപ്പോൾ ഇത്രയുള്ള ഞങ്ങളെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ്. ഒരു കുട്ടികളൊക്കെ കാരണം വർക്ക് കഴിഞ്ഞ് വന്നിട്ട് കുട്ടികളൊക്കെ 55 മിനിറ്റ് അതിൽ പകുതി കാണിക്കാൻ പറ്റില്ല. കട്ട്. അപ്പോൾ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഇനി യൂട്യൂബിൽ നമ്മള് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ ബൈ.